ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൈ ഷേവിംഗ് റുട്ടീനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ അത്യാവശ്യം ഫേഷ്യൽ ഹെയർസ് ഒക്കെ കാണാൻ പറ്റും. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു, ഇങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാമോ, ഇത് സേഫ് ആണോ, ഇനി ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആവുമോ, അങ്ങനെയൊക്കെ ഭയങ്കര സംശയങ്ങളായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് നോർമലി ഒരു 35-45 രൂപയ്ക്ക് അന്ന് കിട്ടിയിരുന്ന ഒരു 3 ഫേഷ്യൽ റേസസ് വരുന്ന ഒരു കിറ്റ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നായിരിക്കാം നിങ്ങൾ ഒരു ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതായിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കുറച്ച് ഷാർപ്നെസ് കൂടുതലായതുകൊണ്ട് സേഫും അല്ലാത്തതുകൊണ്ട് വേറെ ഒരെണ്ണത്തിലേക്ക് മൂവ് ചെയ്യാം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അന്ന് മുതൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡാണ് കാർമേസി. ഗൈസ്, ഇറ്റ്സ് മൈ ജെനുവിൻ റിവ്യൂ. ട്രസ്റ്റ് മീ ഗൈസ്, ഷേവ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കണം. ആദ്യം ഞാൻ എന്റെ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗുഡ് വൈബ്സിന്റെ ഓറഞ്ച് ജെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ജെൽ മോയ്സ്ചറൈസർ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റീസെന്റ് കാർമേസിയുടെ തന്നെ ഒരു ഫേഷ്യൽ ഷേവിംഗ് ബാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈപ്പായിരുന്നു. അത്യാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു. അതിന് സെപ്പറേറ്റ് റേറ്റ് ഇതിനകത്ത് കാണിക്കുന്നത് 199 ആണ്. ഷേവിംഗ് ബാമിന്റെ ഫസ്റ്റ് ട്രൈ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഞാനൊരു കോംബോ ആയിട്ടാണ് ഇത് മേടിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് 269 രൂപയ്ക്കാണ്. ഓഫർ പ്രൈസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്ന റേറ്റ് ഇതിനകത്ത് 249 ആണ്. അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അത്യാവശ്യം പ്രൈസിയാണ്. ഈ ഒരു പാക്കേജിൽ 3 ഫേഷ്യൽ റേസേഴ്സ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഈ 3 ഫേഷ്യൽ റേസേഴ്സ് ഉള്ളത്. എൻ്റെ ബ്രാൻഡിന്റെ നെയിം തന്നെ ആയിട്ടുള്ള കാർമേസി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്പ് ഉണ്ട്, അതാണ് ഇതിന്റെ ഒരു പ്രയോറിറ്റി. സിക്സാക് പാറ്റേൺ ആണ് ബ്ലേഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ കട്ട്സ് അതുപോലെ റാഷസ് ഒക്കെ വരുമോന്ന് പേടിയേ വേണ്ട. ഈ ഒരു റേസേഴ്സ് 3 to 5 ടൈംസ് ഒക്കെ ഉപയോഗിക്കാം. ഇത് റീയൂസബിൾ ആണ്, അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിന്റെ ഷാർപ്നെസ് പോകുന്നത് വരെ. എന്റെ ഫേസ് ഇപ്പൊ ക്ലീൻ ആണ്. ഈ ഒരു ബാം അപ്ലൈ ചെയ്യാൻ പോവാണ് ഞാൻ. അലോവേര, കുക്കുംബർ, നീം ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഒരു സൂത്തനിങ് സ്മെല്ലാണ് ഇതിന് വരുന്നത്. 50 ഗ്രാം ബോട്ടിലാണ് വരുന്നത്. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിക്ക് ജെല്ലാണ്. ഫേസ് ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്റെ അത്യാവശ്യം ഫേസിൽ പിമ്പിൾസും ഓപ്പൺ പോഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്കിത് ഇട്ടപ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ തോന്നി, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ ഒന്ന് മുകളിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് ഷേവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കുവാണേ, അല്ല നിങ്ങൾക്ക് ബോറടിക്കും. അപ്പർ ലിപ്പിൽ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. പണ്ട് ഇതുപോലെ അപ്പർ ലിപ്പ് ഫസ്റ്റ് ത്രെഡ് ചെയ്യാൻ പോയ അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ പൊന്ന് ഗൈസ്, അത് പോയി ചെയ്യരുത്. നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല പണി കിട്ടും. ഹെയർ ഗ്രോത്ത് ആഫ്റ്റർ ഷേവ് നോർമൽ പോലെ വരത്തുള്ളൂ. ഈ മിത്ത് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. നമ്മുടെ നോർമൽ ഒരു ഹെയർ ഗ്രോത്ത് ഇല്ലേ, ആ ഒരു ഹെയർ ഗ്രോത്തെ നമ്മൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ വരത്തുള്ളൂ. മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ കുറച്ച് നല്ല ഫിനിഷ് കിട്ടും, ഒരു സ്മൂത്ത് ടെക്സ്ചർ ആവും നമ്മുടെ സ്കിന്ന്. ഈ ഹെയറി ആയിട്ടുള്ള ഒരു സ്കിന്നിൽ മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും അത് അവിടെ എവിടെയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം പോവും. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരണേ. ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ക്യാപ്പ് ഇട്ട് സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു ബ്ലേഡ് നല്ല സേഫ് ആണ് കേട്ടോ ഗൈസ്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ അത്രയ്ക്കും യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.